ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഇന്നലെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു പാക്കറ്റ് ചിക്കൻ ലെഗ് വാങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ വേണ്ടത് ലെഗിൻ്റെ സ്കിന്നൊക്കെ ഊരി തേണ്ട നന്നായിട്ട് ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പും ലെമൺ ജ്യൂസും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ കഴുകാൻ പോവുകയാണേ. അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് ഇത് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചിക്കൻ ലെഗ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തന്നെ ഞങ്ങളിങ്ങനെ 2-3 വര ഇട്ടേ. അപ്പം നമ്മുടെ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് അകത്തേക്ക് കയറും. എന്നിട്ട് നമ്മൾ മാറിനേറ്റ് ചെയ്ത് ഒരു 3-4 hours അങ്ങ് വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ പൊടികളെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന ഇതാണ് ബോൺ സക്കിൻ സോസ്. പിന്നെ നമ്മൾ ചില്ലി ലൈം സീസണിങ്, പിന്നെ നമ്മൾ ഗാർലിക് പൗഡർ, ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഇച്ചിരി എരിവുള്ള ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇച്ചിരി നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നേരത്തെ പറഞ്ഞ പൊടികളെല്ലാം ആഡ് ചെയ്തു, നന്നായി മിക്സ് ചെയ്ത് ഇവിടെ മാറിനേറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ നമ്മൾ ചിക്കൻ്റെ അളവനുസരിച്ചാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മാറിനേറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു 4-5 മണിക്കൂർ സമയത്തേക്ക് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ബേക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു 1 hour ബേക്ക് ചെയ്തു, ഓവനകത്ത് വെച്ചു. നല്ല അടിപൊളി ടേസ്റ്റി ചിക്കൻ ബേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ ബേക്ക് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബേക്ക് ചിക്കൻ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല സോഫ്റ്റാ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യണേ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും മറന്നത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് അത് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും